ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വേളാങ്കണ്ണി ചർച്ചിൽ പോയ വിശേഷങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ വെളുപ്പിനെ തന്നെ അവിടെ എത്തി. ഇത് രാവിലത്തെ വ്യൂസാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ചർച്ചിൽ പോകാൻ വേണ്ടി റെഡിയായി എല്ലാവരെയും കാത്തിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ തുടർന്ന് പള്ളിയിലോട്ട് പോയി. ഞായറാഴ്ചയായിരുന്നു ഞങ്ങളവിടെ എത്തിയത്. അമ്മയും ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാ ഇതാണ് അവിടെ പള്ളിയിലോട്ട് പോണ വഴിക്കുള്ള കടകളും കാഴ്ചകളും. ഇതാണ് പള്ളി. ഇതവിടുത്തെ ഒരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയിലാണ് ആദ്യം ഞങ്ങൾ കയറിയത്. പിന്നെ അവിടെ ഒരു ഗ്രോട്ടോ, പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതം, അതായത് മിറാക്കിൾ സംഭവിച്ച ആ ഒരു കിണറാണ്. ഇതാണ് നമ്മുടെ വലിയ പള്ളി എന്ന് പറയുന്നത്, പുതിയതായിട്ട് പണിതത്. ഇവിടെയാണ് മെയിനായിട്ടും ഹോളി മാസ് എല്ലായിടത്തും നടക്കാറുണ്ട്, പക്ഷെ മെയിനായിട്ടും കാണുന്നത് ഇവിടെയാണ്. ഇവിടെ പോയാണ് അപ്പോൾ ഞങ്ങൾ ഹോളി മാസൊക്കെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴയ പള്ളിയിലോട്ട് പോയി. ആക്ച്വലി നല്ല തിരക്കായിരുന്നു അവിടെ. ആക്ച്വലി ഇപ്പോൾ മാതാവിൻ്റെ പെരുന്നാൾ വരുവാണല്ലോ സെപ്റ്റംബർ 7-ന്. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് വലിയ പള്ളിയുടെ, അതായത് പുതിയ പള്ളിയുടെ ഉൾവശം. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രൂപക്കൂടുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹോളി മാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്നത് അടുത്ത പള്ളിയിലോട്ടാണ്. ഇതാണ് എൻ്റെ കസിൻസ്. 2 പേരാണ് പിള്ളേരിൽ വന്നിരുന്നത്. ഈ കാണുന്ന മണൽ വീതി എന്ന് പറയുന്നത് അത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പോകാനുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ പഴയ പള്ളി. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. ആ ഒരു സമയത്ത് വെയിറ്റ് ചെയ്ത ആ ഒരു കാഴ്ചയാണിത്. പിന്നെ ഞങ്ങൾ തേരാപ്പാര കുറേ നടന്നു. ഇതാണ് പഴയ പള്ളിയുടെ അകം. അവിടെ പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് തന്നെ ബാൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊടി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പള്ളിയുടെ വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ്. ബീച്ചിലോട്ട് പോയപ്പോൾ ആദ്യം കണ്ട കാഴ്ചയാണ് ഇത് ഭയങ്കര രസമായിരുന്നു. മീൻസ് ആ കുരങ്ങൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. മീൻസ് നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യും, അതുപോലെ നമുക്ക് കൈ തരും, നമ്മുടെ സാധനങ്ങൾ തട്ടിപ്പറിക്കാൻ നോക്കും. അങ്ങനെ ഫണ്ണിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. കണ്ടോ, ഭയങ്കര ക്യൂട്ടായിരുന്നു. മീൻസ് നമ്മൾ പറയണേ പെട്ടെന്ന് അനുസരിക്കും അത്. പിന്നെ ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ തിരിച്ചു പോരാൻ നേരത്തെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തതാണ്. ഒരു പട്ടിയാണ്, പക്ഷേ ഞങ്ങളെ കൂടുതൽ ഗൈഡ് ചെയ്തു. മീൻസ് ഞങ്ങളുടെ കൂടെ വന്നിരുന്നു പിന്നെ അങ്ങോട്ടേക്ക്. ഇതാണ് നൈറ്റ് വ്യൂസ്. പള്ളിയിലെ പെരുന്നാളായതുകൊണ്ട് പള്ളി മൊത്തം ലൈറ്റ് വെച്ച് അടിപൊളിയാക്കിയേക്കുമായിരുന്നു. ആക്ച്വലി നല്ല വ്യൂ അല്ലേ, ലൈറ്റ്സൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. നേരിട്ട് കാണുമ്പോഴത്തേനും നല്ല രസമാണ് കാണാൻ. ഇതാണ് അപ്പം നൈറ്റ് വ്യൂ ആയിട്ട് കാണുന്നത്. ഇതാണ് അവിടുത്തെ ബിഗ് സ്റ്റാച്യു. മോർണിംഗിൽ ബീച്ചിലുള്ള കാഴ്ചയാണിത്. ഒട്ടകത്തിനെയൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഞങ്ങൾ മെയിനായിട്ടും പോയത് ഈ ഫ്രഷ് മീനൊക്കെ പിടിച്ചിട്ട് അത് എടുക്കുന്ന ഒരു ടൈമില്ലേ, അതായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതായത് പെട്ടെന്ന് തന്നെ പിടിച്ച് കൊണ്ടുവന്ന മീനുകൾ അപ്പം തന്നെ വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയായിരുന്നു. ഇങ്ങനെയാണ് അവിടെ വിൽക്കാൻ വയ്ക്കുന്നത്. പിന്നെ ഇതവിടെ പിടിക്കുന്ന സ്ഥലത്ത് പോയി അങ്ങനെ കണ്ടു. ഇപ്പോൾ ഞങ്ങൾക്ക് ലോബ്സ്റ്ററിൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ പറ്റി.
പിന്നെ ഇത് ഒട്ടകം, ഈ ഒരു വീഡിയോ ഫണ്ണിയായിട്ട് തോന്നി, അപ്പോൾ ഞാൻ എടുത്തിട്ടു. അപ്പോൾ അതൊക്കെയായിരുന്നു വേളാങ്കണ്ണിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ബൈ ബൈ.